കാഴ്ചകളിലേക്ക് സ്വാഗതം. നീ എങ്ങോട്ടാ മോനെ? ഞാനിപ്പോ വരാം. ഇനി ചേട്ടനെ വൈകിട്ട് നോക്കിയാ മതി. ചെക്കൻ്റെ കൂട്ടിത്തിരി കൂടുന്നുണ്ട്. വാടാ. ആ ഇത് മോൻ്റെ വണ്ടിയാണല്ലോ. ഇതെന്താ ഇവിടെ? ചാൾസേ, പപ്പാ. എന്താ? കഥക് തുറക്കും മോനെ. ദാ ചായ. പ്രൊജക്റ്റ് വർക്ക് തീരാറായോ മോനെ? ഇല്ലമ്മേ. എടാ, ഞാൻ ഇന്നലെ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരു സൈറ്റ് കണ്ടു. ഞാൻ എൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചുമ്മാ കണ്ടു നോക്ക്. ആ വല്ല കാര്യമുള്ളതാണോടാ? എടാ ഒന്ന് കണ്ടു നോക്കടാ. എടാ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? കണ്ടു നോക്ക്. നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത സാധനമാ. എടാ ഇത് പ്രശ്നമാവോടാ? ഓ എന്നാ പ്രശ്നം? നമ്മൾ ഇത് ഉപയോഗിച്ചില്ലേ പിന്നെ ആരും ഉപയോഗിക്കാനാ? പപ്പാ, നമുക്ക് തെറ്റി റോസി. മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാതെ പോയി. ശരിയാ. മക്കളെ വളർത്താൻ നമ്മുടെ നാട് ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. നമുക്ക് എവിടെയാണ് തെറ്റിയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അപ്പൻ എന്നെ വളർത്തിയതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെയും വളർത്തിയത്. എന്നിട്ടും
പഴയ കാലമല്ല അച്ചായ. ഇപ്പോൾ ടി വി ആയി, ഇന്റർനെറ്റ് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ലെന്നായി, സഞ്ചരിക്കാൻ സ്വന്തമായി വണ്ടികളായി. ന്യൂ ജനറേഷന് പഠിക്കാൻ ഇതൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. പറ്റുമായിട്ടല്ല, നമുക്ക് ഇച്ചിരി കുറവ് കാണിച്ചാലും അവർക്കൊരു കുറവുണ്ടാവരുത്, അതുകൊണ്ടാ. ഉം. എനിക്കൊന്നു മാത്രമേ അറിയൂ, അധ്വാനിക്കാൻ, എല്ലുമുറി അധ്വാനിക്കാൻ, നിനക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി. ഓ മറന്നു, അരി മേടിക്കാൻ മറന്നു. നാളെ ഇവർക്ക് ചോറ് കൊണ്ടുപോകാനുള്ളതല്ലേ. ഞാൻ പോയി വേഗം അരി മേടിച്ചു വരാം കേട്ടോ. പപ്പ, എന്നോട് ക്ഷമിക്കണം പപ്പ. നീ വരുന്നില്ലേ? ഞാൻ ഇല്ലടാ. നീ ഇല്ലേ? ഓ, നമ്മൾ ചെയ്യുന്ന തെറ്റാടാ. നമ്മുടെ മാതാപിതാക്കളോട്, സമൂഹത്തോട്, പിന്നെ ദൈവത്തോടും. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമനുസരിച്ച് പ്രേക്ഷകരെല്ലാവരും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ എല്ലാവരും താടിക്കൊന്ന് തട്ടുക. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും താടിക്ക് തട്ടുന്നതിന് പകരം കവിളത്താണ് തട്ടിയത്. താടിക്ക് തട്ടാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് കവിളത്ത് തട്ടിയത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയും, അച്ഛൻ കവിളത്ത് തട്ടിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളെ സ്വാധീനിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അനുകരിച്ചത് നിങ്ങൾ കേട്ടതല്ല, പിന്നെയോ നിങ്ങൾ കണ്ടതാണ്. ശാസ്ത്രം ഉറപ്പിച്ച് പറയും, ഒരു മനുഷ്യൻ പഠിക്കുന്നതിൻ്റെ 85% കണ്ടു പഠിക്കുന്നതാണ്. കേൾവിയിലൂടെ പഠിക്കുന്നത് വെറും 11% മാത്രമേ ഉള്ളൂ. ഇക്കാര്യം നമ്മുടെ കുട്ടികളുടെ രൂപീകരണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ കേൾക്കുന്നത് പഠിക്കുന്നു എന്നതിനപ്പുറത്ത് കൂടുതലായും അവർ പഠിക്കുന്നത് കാണുന്നത് വഴിയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളരുന്ന കുടുംബ സാഹചര്യത്തിൽ, സാമൂഹ്യ സാഹചര്യത്തിൽ അരുതാത്ത പലതും അവർ കാണുന്നുണ്ട്. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ അരുതാത്തത് പലതും അവർ കാണുന്ന പ്രധാന ഒരു വഴിയാണ് മാധ്യമമെന്ന് പറയുന്നത്. ശ്രാവ്യ മാധ്യമമെന്ന്, അച്ചടി മാധ്യമമെന്ന്, ദൃശ്യമാധ്യമമെന്ന് നാം മാധ്യമത്തെ തിരിക്കാറുണ്ട്. അച്ചടി മാധ്യമത്തേക്കാൾ, ശ്രാവ്യ മാധ്യമത്തേക്കാൾ ദൃശ്യമാധ്യമം സ്വാധീനിക്കുന്നു എന്നത് ആർക്കാണ് അറിയാൻ മേലാത്തത്? ഇന്ന് നമുക്കറിയാം, നമ്മുടെ കുട്ടികളും യുവജനങ്ങളുമൊക്കെ ഇൻ്റർനെറ്റ് വഴിയിലൂടെ ഫേസ്ബുക്കിലേക്ക്, വാട്സപ്പിലേക്ക് ഒക്കെ എത്തി നിൽക്കുകയാണ്. ഇന്ന് മാതാപിതാക്കൾ അനാകർഷകമായി ചൊല്ലിക്കൊടുക്കുന്ന പലതും, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പല നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് സ്വീകാര്യമല്ലാതായി പോകുന്നു. കാരണം ഇന്ന് അവരെ ദൃശ്യമാധ്യമങ്ങൾ അത്ര കണ്ട് സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തലത്തിലും വിശ്വാസ പരിശീലന രംഗത്തുമൊക്കെ പഴയ രീതികൾ ഇന്ന് തുടർന്നു വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് അതൊന്നും ആകർഷകമായി തീരുന്നില്ല എന്നത് സത്യമാണ്. ഏതായാലും ഇന്ന് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ രൂപീകരണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ വലിയ ഒരു പ്രശ്നമായി ദൃശ്യ
മാധ്യമങ്ങൾ മാറുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ടി വി ഒരു പ്രശ്നമായി നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഇന്ന് കുട്ടികളെയും യുവജനങ്ങളെയും ടി വി ഒന്നുമല്ല സ്വാധീനിക്കുന്നത്. ഇൻ്റർനെറ്റിൻ്റെ വലിയ ലോകം അവരെ സ്വാധീനിക്കുകയാണ്. ആധ്യാത്മിക ആചാര്യന്മാർ പറയും, ഒരു വ്യക്തി എന്താണോ കാണുന്നത് അത് അവനെ ചിന്തിപ്പിക്കും. എന്താണോ അവൻ ചിന്തിക്കുന്നത് അതവൻ പ്രവർത്തിക്കും. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ടി വിയുടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ വഴിയിലൂടെ പോകുന്ന കുട്ടികളൊക്കെ കുഴപ്പങ്ങൾ ഒത്തിരി കാണുന്നുണ്ടെങ്കിലും അവരെല്ലാവരും വീട്ടിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിലായിരിക്കുമ്പോൾ ഈ തിന്മയൊന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ പറയും, ഇതിനൊക്കെ അനുകൂല സാഹചര്യം വരുമ്പോൾ അവരത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മളേതാണ്ട് മണ്ണിൽ വിത്ത് പാകുന്നത് പോലെയാണ്. വിവിധ കൃഷികൾക്ക് വേണ്ടി നാം വിത്ത് പാകാറുണ്ട്. ഈ വിത്ത് അനുകൂല സാഹചര്യം വരുമ്പോഴാണ് മുളച്ചു പൊങ്ങുന്നത്, അനുകൂല സാഹചര്യം വരുമ്പോഴാണ് ഫലം ചൂടുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് തിന്മയുടെ വിത്തുകൾ വിതറപ്പെടുന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യം വരുമ്പോൾ അത് മുളയ്ക്കുകയും വളരുകയും ഫലം ചൂടുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് കുടുംബ സാഹചര്യത്തിൽ ആയിരുന്ന ഘട്ടങ്ങളിൽ തങ്ങളുടെ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വേവലാതപ്പെടേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവർ മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അരുതാത്തത് അവരെക്കുറിച്ച് കേൾക്കുന്നു. അപ്പോൾ അപ്പനും അമ്മയും എന്താ പറയുന്നത്? ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്നപ്പോൾ, വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ മോൻ അല്ലെ എൻ്റെ മോൾ ഇതൊന്നും ചെയ്തിരുന്നില്ല, ആരോ ഒക്കെ അവളെ വെട്ടിൽ വീഴ്ചതാണ്. യഥാർത്ഥത്തിൽ മറ്റാരും വെട്ടിൽ വീഴ്ചതല്ല. ഇവർ വളർന്നു വന്ന കാലഘട്ടത്തിൽ അരുതാത്തതൊക്കെ കണ്ടത് ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. തെറ്റ് മുളച്ചു പൊങ്ങാനായിട്ട് അനുകൂല സാഹചര്യം വന്നപ്പോൾ അത് മുളച്ചു പൊങ്ങി തിന്മയുടെ ഫലം ചൂടി എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വാധീന വലയത്തിലാണ്. പ്രത്യേകിച്ച് അവർ ശൈശവ ബാല്യകാലങ്ങളിലായിരിക്കുമ്പോൾ. ഒരുപക്ഷെ കൗമാര പ്രായത്തിലോ അല്ലെങ്കിൽ യൗവനത്തിലോ ഒക്കെ ആയിരിക്കുമ്പോൾ വലിയ സ്വാധീനം അവരുടെ മേലുണ്ടാവില്ല. പക്ഷേ ശൈശവ ബാല്യകാലങ്ങളിൽ വലിയ സ്വാധീനം മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ചെലുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മാധ്യമത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും അവരുടെ കയ്യിലുള്ള സെൽഫോൺ വഴിയും ഇക്കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് മാതാപിതാക്കൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക തന്നെ വേണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലതും കാണുമ്പോൾ വിവേചന ഇല്ലാതെ അത് കാണുന്നുണ്ട്. വിവേചന ബുദ്ധിയോടും വിവേകത്തോടും കൂടെ അത് അവരുപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അനുഭവമുള്ള മാതാപിതാക്കൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുക തന്നെ ചെയ്യണം. ഞാനിത് പറയുമ്പോൾ ടി വി കാണരുതെന്നോ ഇൻ്റർനെറ്റ് ഉപയോഗിക്കരുതോ എന്നോ ഒന്നും ഞാൻ പറയില്ല. തീർച്ചയായും അതിലെല്ലാം നന്മയുണ്ട്, വളർച്ചയ്ക്ക് ഒത്തിരി സാധ്യതയുണ്ട്. പക്ഷേ ഉപയോഗിക്കുമ്പോൾ വിവേകത്തോടുകൂടെ ഉപയോഗിക്കാനിടയാവണം. നമ്മളേതാണ്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. ഒരു ഹോട്ടലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെയുണ്ട്. ഒരാളും അവിടെ ഉള്ള ഭക്ഷണം എല്ലാം വാങ്ങി കഴിക്കാറില്ല. ആവശ്യത്തിനനുസരിച്ചാണ് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഓരോ സാധനം വാങ്ങിക്കുന്നതിലുമുണ്ട്, അളവിലുമുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ഭക്ഷണം ഞാൻ വാങ്ങിക്കുമ്പോൾ എന്തുമാത്രം വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഏത് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്ന അങ്ങനെയാണല്ലോ. പല ഭക്ഷണങ്ങൾ വയ്ക്കാം, പക്ഷേ ഇന്ന് എൻ്റെ വീട്ടിൽ ഏത് വേണം, ഇന്ന് എൻ്റെ വീട്ടിൽ എന്തുമാത്രം ഭക്ഷണം വയ്ക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ടി വി ഒരു ഹോട്ടൽ പോലെയാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഒരു ഹോട്ടൽ പോലെയാണ്. അവിടെ എന്തും കിട്ടും, പക്ഷേ എനിക്ക് വേണ്ടത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം.
എനിക്ക് വേണ്ടത് മാത്രം, എൻ്റെ കുടുംബത്തിന് വേണ്ടത് മാത്രം ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാവേണ്ടതാണ്. ഇതിനോട് ബന്ധപ്പെട്ട് പറയേണ്ടി വരും സാധാരണ ഒരു ചൊല്ല്, അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരം. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരം. നമ്മുടെ മുഖ്യധാരാ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ, കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ദോഷകരമായി സ്വാധീനിക്കാത്ത രീതിയിൽ, എന്നാൽ അവരെ സഹായിക്കുന്ന രീതിയിൽ ഇൻ്റർനെറ്റും മറ്റ് ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ അവയ്ക്കൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ആകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യമാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ് ഉൾപ്പെടെ നമ്മെ നിയന്ത്രിക്കുന്നു എന്നതിനപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കുമൊക്കെ അവയെ നിയന്ത്രിക്കാനാവണം. തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാതെ ചിന്തിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമേ ഇതിനൊക്കെ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. ചിലയിടങ്ങളിലൊക്കെ മാതാപിതാക്കളുടെ നിർദ്ദേശം സ്വീകരിക്കാതെ പോകുന്ന മക്കളുണ്ട്. അത്തരത്തിലുള്ള കുടുംബങ്ങളിലെ മാതാപിതാക്കളോട് ഞാൻ പറയും, അവരുടെ ജനനം തൊട്ട് മുമ്പോട്ടുള്ള അവരുടെ വളർച്ചയിൽ സ്നേഹത്തിൻ്റെ തലത്തിലുള്ള ഒരു ബന്ധം മാതാപിതാക്കൾക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. നമുക്കറിയാമല്ലോ, കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നമ്മളായിരിക്കുമ്പോൾ നമുക്ക് സ്വാധീനമുള്ള ആളുകളോട് എന്ത് പറഞ്ഞാലും അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. സ്വാധീനം ഇല്ലെങ്കിൽ പറ്റുകയില്ല. ഇത് കുടുംബതലത്തിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പന് അമ്മയ്ക്ക് മക്കളുടെ മേൽ സ്വാധീനം ഉണ്ടാകും. ആ സ്വാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദൃശ്യമാധ്യമങ്ങളുടെ തലത്തിൽ മാത്രമല്ല, മറ്റ് എന്തിൻ്റെയും ഉപയോഗത്തെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ദൃശ്യ മാധ്യമത്തിൻ്റെ തലത്തിലും ഇൻ്റർനെറ്റിൻ്റെ തലത്തിലുമൊക്കെ കുട്ടികൾക്ക് നിയന്ത്രണം വരുത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഇന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം, ദൈവം ശക്തനാകുന്നിടത്തൊക്കെ പിശാചും പ്രബലപ്പെടാം. അത്തരത്തിൽ ദൈവം ശക്തനാകുന്ന ഇടങ്ങളിലൊക്കെ പിശാചും പ്രബലപ്പെടാൻ മനുഷ്യനെ ആകർഷിക്കുന്ന വഴികളൊക്കെ തിരഞ്ഞെടുക്കാം. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത്, കുറേ നാളുകൾക്ക് മുൻപ് ഒരു യുവജന സമൂഹം ഒരു സ്കിറ്റ് അവതരിപ്പിച്ചതാണ്. 2 ഗണം മനുഷ്യരെ അവർ അവതരിപ്പിക്കുന്നുണ്ട്. നന്മയുടെയും തിന്മയുടെയും പ്രതിരൂപങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ആ സ്കിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് പിശാചുക്കളുടെ ഒരു സമ്മേളനം നടക്കുക. പിശാചുക്കൾ ഒന്നിച്ച് പറഞ്ഞു, വലിയ കൺവെൻഷനും ധ്യാനവും വചനശ്രവണവും ഒക്കെ നടക്കുന്നത് കൊണ്ട് ഈ മനുഷ്യരൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ കൈപ്പിടിയിൽ അവരെ നിർത്താൻ പറ്റണം. എന്താണ് അതിനുള്ള മാർഗം? പലരും പല നിർദ്ദേശങ്ങളും വെച്ചു. അതൊന്നും അവിടെ സ്വീകാര്യമായില്ല. പക്ഷെ പെട്ടെന്നൊരു കുട്ടിപ്പിശാച് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനൊരു പുതിയ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. കുട്ടിപ്പിശാച് അന്ന് അവരുടെ മുൻപിൽ അവതരിപ്പിച്ച വഴിയാണ് ഈ TV. കുട്ടിപ്പിശാച് പറഞ്ഞു, ഇത് കൊണ്ടുവച്ചാൽ ഓക്കെ ആയി എല്ലാം. യഥാർത്ഥത്തിൽ ആ സ്കിറ്റിലൂടെ അവതരിപ്പിച്ചത് വലിയൊരു ആശയമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ TV-യോ ചാനലുകളോ ഇൻ്റർനെറ്റോ ഒന്നും അതിനാൽ തന്നെ തിന്മയല്ല, പക്ഷേ അതിലൂടെ തിന്മ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. നമ്മുടെ വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ തിരഞ്ഞെടുപ്പ് മാധ്യമത്തെ സംബന്ധിച്ച് നടത്താൻ സാധിക്കണം. എന്തുപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനങ്ങൾ തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു മാധ്യമത്തെ സംബന്ധിച്ചും
ഇൻ്റർനെറ്റിനെ സംബന്ധിച്ചും നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബങ്ങൾക്കോ ഖേദിക്കേണ്ടി വരികയില്ല. ദൈവം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലെല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സുൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വളർച്ചയുടെ വഴികളെ ഉപയോഗിക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ മക്കളുടെ മേൽ സ്വാധീനമുള്ളവരായിത്തീരാം. മക്കളുടെ മേൽ സ്വാധീനം ഉണ്ടാകാൻ തക്കവിധം അവരോട് സ്നേഹത്തിൻ്റെ തലത്തിൽ ആത്മാർത്ഥമായി ബന്ധപ്പെടുന്നതിന് ശ്രദ്ധിക്കാം. ചാനലുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ടി വിയുടെ സ്വാധീനം, ഇൻ്റർനെറ്റിൻ്റെ സ്വാധീനം, നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോൺ വഴി ഇവയെല്ലാം ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒക്കെ വന്നെങ്കിൽ പോലും ഇവയെ നിയന്ത്രിച്ച് നിർത്താൻ ഒട്ടേറെ നല്ല കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ തിരിച്ചറിവുള്ള മാതാപിതാക്കൾ. അങ്ങനെ ടി വിയുടെ, ചാനലുകളുടെ, ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ ഉപയോഗം മക്കളുടെ ജീവിതത്തിൽ നിയന്ത്രിച്ച് നിർത്താൻ തക്കവിധം നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവ പാലിക്കാൻ നിഷ്കർഷിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളും കുടുംബങ്ങളും നമുക്കേറെയുണ്ട്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടുന്നതിന് ശ്രദ്ധിക്കാം. അവരുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. എൻ്റെ പേര് തോമസ്. ഞങ്ങൾ ഒല്ലൂക്കര ഇടവകയിലാണ് താമസം. എൻ്റെ ഭാര്യ ബെറ്റി. ഞങ്ങൾക്ക് 6 മക്കളുണ്ട്. 4 ആണും 2 പെണ്ണും. മൂത്തയാൾ +1 പഠിക്കുന്നു, അടുത്തയാൾ 10 പഠിക്കുന്നു, പിന്നെയുള്ള ആൾ 9, 4-മത്തെ ആൾ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 5-മത്തെ ആൾ LKG പഠിക്കുന്നു, 6-മത്തെ ആളുടെ ബർത്ത്ഡേ 2 ദിവസത്തിനുള്ളിൽ ആവുന്നു. ഞങ്ങൾ മക്കൾ ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് തന്നാണ്. ആ ദാനത്തെ ഞങ്ങൾ 2 കൈ നീട്ടി വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കൾ എന്നതിൽ ഉപരി ലോകത്തിൻ്റെ മക്കളായിട്ട് ഞങ്ങൾ വളർത്തണേ. കാരണം മക്കൾ കുടുംബത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടി സ്വത്താണ്. അപ്പോൾ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ കുട്ടികൾക്ക് നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കാതെ മക്കൾക്ക് നല്ലത് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. മക്കൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെടും. പക്ഷേ മക്കൾ നമ്മളെ ഭരിക്കാതെ നമ്മൾ മക്കളെ നേർവഴിക്ക് മക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ്, TV എന്നീ മാധ്യമങ്ങൾ വളരെ പ്രസക്തമായതാണ്. പക്ഷേ അതിനകത്ത് നല്ലതും ചീത്തയും ഉള്ള കാര്യങ്ങൾ വേർതിരിച്ചറിയുന്നതിന് ചിലപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ അത് കണ്ടറിഞ്ഞ് അതിനകത്ത് എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് നല്ലത് മാത്രം അവർക്ക് കൊടുക്കുവാനും ചീത്തയെ അതിനെ തള്ളിക്കളയാൻ അവരെ പഠിപ്പിക്കുവാനും നമ്മൾക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ഭാവി പിന്നീട് ദുഷ്കരമായി തീരാം. നമ്മളുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ വഴി അവർ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യാം. അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ കുടുംബത്തിൽ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും നല്ലതും ചീത്തയും അറിയുവാനും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാനും ചീത്തയായ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ, ഈശോയുടെ കൂടെ കൈപിടിച്ച് നല്ല മക്കളായി ജീവിക്കുവാനും അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ മക്കൾ മറ്റുള്ളവരുടെ കണ്ണീര് കാണുവാനും അവരുടെ കണ്ണീര് ഒപ്പുവാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവർക്ക് വേണ്ടി സഹായം ചെയ്യുവാനും നമ്മളവരെ പ്രാപ്തരാക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ മക്കൾ നമ്മളുടെ മക്കളായിട്ടും ദൈവത്തിൻ്റെ മക്കളായിട്ടും വളരുകയുള്ളൂ. അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിച്ചാൽ ഭാവി തലമുറ തന്നെ അതൊരു വിപത്തായി മാറും. എൻ്റെ പേര് ബെറ്റി. വെല്ലുക്കരയിലാണ് താമസം എന്ന് പറഞ്ഞ്
6 മക്കൾ പറഞ്ഞു. മൂത്തയാൾ ആഡം, രണ്ടാമത്തെ ആൾ ആൻഡ്രോസ്, മൂന്നാമത്തെ ആൾ ആഞ്ചല, നാലാമത്തെ ആൾ അലൻ, അഞ്ചാമത്തെ ആൾ ആരൻ, ആറാമത്തെ ആൾ ആർദ്ർ. പഠിക്കുന്ന ക്ലാസ്സൊക്കെ ചേട്ടൻ പറഞ്ഞ്. പിന്നെ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താണോ കിട്ടിയത്, ഞങ്ങളുടെ കുഞ്ഞുനാളിലെയൊക്കെ ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളെ ശിക്ഷിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെയാണ് വളർത്തിയത്. അപ്പം അതേ ഇത് തന്നെയാണ് ഞങ്ങളിപ്പോഴും മക്കൾക്കാണെങ്കിലും അവരെ തെറ്റ് കണ്ടാൽ അവരെ ശിക്ഷിക്കാനും, നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാനും, തിന്മ കണ്ടാൽ തിന്മ അത് ചെയ്ത് തെറ്റാന്ന് പറയാനും, ഇപ്പോൾ വഴക്കും എല്ലാം ശിക്ഷണവും എല്ലാം കൊടുത്തിട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ വേറൊരാൾ ഇപ്പോൾ ടീച്ചർ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അതൊന്നും അവർക്ക് അങ്ങോട്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അവരത് പറയണേന്നുള്ളത് ചിന്താഗതി ആ മക്കൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യത്തെ 3 മക്കളുണ്ടായപ്പം ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം 3 പേര് ഒരേ വയസ്സിൻ്റെ എളുപ്പം ഉണ്ടായുള്ളൂ. അപ്പോൾ പക്ഷെ ചേട്ടനാണെങ്കിൽ സ്ഥലത്തില്ല. അപ്പോൾ നമ്മൾ അവരുടേതായ കാര്യങ്ങൾ നടത്താനും എല്ലാത്തിനും അപ്പോൾ കുറച്ചൊക്കെ നന്നായി കഷ്ടപ്പെട്ട്. പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം 3 പേര്, ഇപ്പോൾ ആദ്യത്തെ 3 പേരും മൂത്താൾ +1, 10th 9th, അപ്പോൾ 10ലും 9ലും 3 പേരും ഒരുമിച്ച് പോന്നേക്കണോണ്ട് അവരുടേതായ കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ 3 പേരെ സ്കൂളിൽ കൊണ്ടുപോകാനും എടുക്കാനും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആ 3 വയസ്സ് വരെയായിരുന്നു അവരെ വളർത്താനായിട്ടുള്ള ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോൾ അവർ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അവരായിരിക്കുന്ന മേഖലകളിൽ ഇപ്പോൾ എവിടെയാണോ അവിടെയൊക്കെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. പഠനത്തിലാണെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസുകളാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും അവരൊന്നിനും പുറകോട്ട് പോകുന്നില്ല. ഇപ്പം നമ്മൾ വളർന്നു വന്ന ആ ഫോർമേഷൻ തന്നെ അവർക്ക് കൊടുക്കുവാനും അവരതനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുവാനും ഇന്ന് വരെ ഞങ്ങളുടെ അനുഭവത്തിൽ അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം സ്കൂളുകളിലാണെങ്കിലും അവർ പോകുമ്പോൾ ഇപ്പോൾ ഓരോ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇപ്പോൾ അവരുടെ ഷെൽഫൊക്കെ നിറയെ ട്രോഫികളൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതെങ്ങനെ കിട്ടുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്താണ് ഈ പിള്ളേരെല്ലാവരും. അപ്പോൾ ആദ്യത്തെ 3 പേര് പ്രസംഗമാവട്ടെ പാട്ടാവട്ടെ അല്ലെങ്കിൽ അവരുടെ സ്കൂളുകളിൽ എന്ത് പരിപാടിയാണെങ്കിലും അതിലെല്ലാം പങ്കുചേരാനും അപ്പം നമ്മൾ അതിനൊക്കെ അവരെ വളർത്തിക്കൊണ്ട് വന്നത് ആ രീതിയിലാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരു കഥ പറയാനോ അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയാനോ ഒക്കെ നമ്മൾ അവരെ മുൻപിൽ നിന്നുകൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരവിടെ പ്രസൻറ്റും ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ. അപ്പം അങ്ങനെ കിട്ടിയിരിക്കുന്ന ട്രോഫികളും മെഡലുകളും ഒക്കെയാണ് അവരുടെ. പിന്നെ ഈശോയോടൊപ്പം അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അവിടെ ഒരു പ്രാർത്ഥിച്ചിട്ട് ചെയ്യണമെന്നുള്ള ഒരു നന്മ. ഇപ്പോൾ ഈശോയുടെ കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ നന്മയിലൂടെ വളരണം എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശാസ്ത്ര വളർച്ചകളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൃശ്യ മാധ്യമങ്ങളെ ദൈവമേ അവിടുത്തെ വചനം കൈമാറാനുള്ള വലിയ ഉപകരണമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബത്തിലെ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൃശ്യമാധ്യമങ്ങളെ, ഇൻ്റർനെറ്റിനെ ഒക്കെ ഉപയോഗിക്കാൻ തക്ക വിധം വിവേകം ഞങ്ങളുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളെ വചനം മക്കളിലേക്ക് കൈമാറാനുള്ള വഴികളായി ഉപയോഗിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും നീക്കങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ കർത്താവെ കാത്ത് പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാ മാധ്യമ ശുശ്രൂഷകളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.